യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒക്ടോബർ മാസത്തിൽ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണല്ലോ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് മാതാപിതാക്കളും മക്കളും കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് ഒരു നിയോഗത്തിന് വേണ്ടി ഈ 31 ദിവസങ്ങൾ ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ട കാര്യം എന്താണ്? പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ വിശ്വസിക്കണം. ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് ഈശോയിൽ നിന്ന് വാങ്ങിത്തരും. പരിശുദ്ധ അമ്മയോട് മാലാഖ എന്ന് പറഞ്ഞില്ലേ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. പരിശുദ്ധ അമ്മ ഇത് വിശ്വസിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് സ്വീകരിച്ചു. അബ്രാഹത്തോട് പറഞ്ഞില്ലേ, നിനക്ക് ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും മക്കളുണ്ടാവും. അബ്രാഹം അത് വിശ്വസിച്ച് വാഗ്ദാനം സ്വന്തമാക്കി പ്രാർത്ഥിച്ച് കാത്തിരുന്നു. ഇതുപോലെ ഈ ഒക്ടോബർ മാസത്തിലും നമ്മുടെ കുടുംബത്തിന് വ്യക്തിപരമായ ജീവിതത്തിന് ലഭിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വസിച്ച് കിട്ടുന്നതിന് മുമ്പ് തന്നെ അമ്മ എനിക്ക് തരും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധ അമ്മ നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എത്രയും ദയുള്ള മാതാവേ.